ഹായ്, എല്ലാവരെയും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇന്നു മുതൽ നമ്മൊരു പുതിയ പരിപാടിയാണ് ആരംഭിക്കുന്നത്. നാളെ മുതൽ ഏഷ്യാനെറ്റിൽ ആരംഭിക്കുന്ന ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഇത്. കഴിഞ്ഞ വർഷം നാം ഇതുപോലെ അവസാന ഭാഗമായപ്പം ഇതേ രീതിയിൽ തന്നെ ബിഗ് ബോസിനെ പറ്റിയുള്ള റിവ്യൂകൾ ചെയ്തിരുന്നു. അന്ന് ഒരുപാട് ആൾക്കാർ ഇത് കാണുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഈ വർഷം നമ്മൾ ആദ്യം മുതൽ തന്നെ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള റിവ്യൂകളും ഇത് കാണുന്ന ആൾക്കാരുടെ അഭിപ്രായം അത് നമ്മുടെ അഭിപ്രായങ്ങളുമൊക്കെ ഇതിവിടെ പങ്കുവെക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഈ പരിപാടി കണ്ടതിന് ശേഷം ഇതിന് നടക്കുന്ന മത്സരാർത്ഥികളുടെ കളികളും അതുപോലെ അവരുടെ പ്രവർത്തനമൊക്കെ വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരമാണ്. നമ്മളിതിൽ ആരെയും ഒരാളെ പ്രത്യേകം ജയിപ്പിക്കാനോ അതുപോലെ മോശമാക്കാനോ ശ്രമിക്കുകയില്ല. നമ്മൾ ഇന്നത്തെ ദിവസവും ഏഷ്യാനെറ്റിൽ വരുന്ന പരിപാടി കണ്ടതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റിയുള്ള റിവ്യൂ ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ 24 മണിക്കൂറും ഹോട്ട്സ്റ്റാറിൽ ഈ ലൈവായിട്ട് പരിപാടിയുണ്ട്. അപ്പം ആ പരിപാടി കണ്ടതിന് ശേഷം അതിലെ നല്ല കാര്യങ്ങളൊക്കെ അതുപോലെ അതിൽ കാണുന്ന കാര്യങ്ങളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഓരോ ദിവസവും നമ്മുടെ ഈ പരിപാടിയിലൂടെ കാണിക്കാൻ പറ്റിയ പറയുന്നതാണ്. കാരണം എല്ലാ പരിപാടിയും നമുക്ക് നേരിട്ട് കാണിക്കാൻ പറ്റില്ല. ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളതൊന്നുമില്ല. നമ്മൾ അതിനകത്ത് കാണുന്ന പരിപാടികൾ സത്യസന്ധമായിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ ഈ പരിപാടി ഇഷ്ടമുള്ളവർക്ക് ഇത് കാണുകയും ഇതിലൂടെ നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. ഇപ്പം ലാലേട്ടൻ 2 പേരുടെ പേരാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 18 പേരും തന്നെ ബിഗ് ബോസ് വീട്ടിലെത്തിയിട്ടുണ്ട്. അവരുടെ ഷൂട്ടിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ആരൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നാളെ കൃത്യമായിട്ട് ലാലേട്ടൻ ഇത് പരിചയപ്പെടുത്തും. ആ സമയത്ത് മാത്രം പറയുന്നതായിരിക്കും നല്ലത്. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല അതിലെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല നാളെ നടക്കുന്നത്. അതുകൊണ്ട് പ്രഡിക്ഷൻ ഒന്നുമില്ല. നാളെ കൃത്യമായിട്ട് നമുക്ക് ഈ പരിപാടി ലാലേട്ടൻ ആൾക്കാരെ പരിചയപ്പെടുത്തും. ആ സമയത്ത് മാത്രമേ നമ്മളും ഇത് പറയുന്നുള്ളൂ. കാരണം ചുമ്മാ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. ഇപ്പോൾ 2 പേരെ ലാലേട്ടൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കോമണേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട AR റസ്മിൻ ഭായി ആണ് ഒന്നാമത്തെ ആൾ. റൈഡിങ് ഹരമാക്കിയിട്ടുള്ള ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് റസ്മിൻ ഭായി. രണ്ടാമത്തെ ആൾ നിഷാനയാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രീക്കത്തി വീട്ടമ്മയാണ് നിഷാന. പിന്നെ മുടിയൻ മുതൽ ഒരുപാട് ആൾക്കാരുടെ പേര് കേൾക്കുന്നുണ്ട്. അത് നമുക്ക് നാളെ അറിയാം ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട്. അപ്പം ഇന്ന് ഇത്തരം കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം നമുക്ക് നാളെ മുതൽ വിശദമായിട്ട് പരിപാടി കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പം എല്ലാവരും നമ്മുടെ പുതിയ പരിപാടിയുമായിട്ട് സഹകരിക്കുക. നമസ്കാരം.